വിശദമായി കിടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡ് ഭരണസമിതി പ്രതിപട്ടികയിൽ പത്മകുമാർ പ്രസിഡന്റും കെ രാഘവൻ, ശങ്കർദാസ് എന്നിവർ അംഗങ്ങളുമായിരുന്ന ഭരണസമിതിയെയാണ് പ്രതി ചേർത്തത്. ഇതോടെ ഉദ്യോഗസ്ഥർക്ക് പുറമെ അന്വേഷണം ഉന്നതരിലേക്കും കടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ 2 FIR ആണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുപ്രധാനമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഇത് സംബന്ധിച്ച് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഇതുവരെ ഉദ്യോഗസ്ഥതല വീഴ്ച മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇത്തവണ പേര് പരാമർശിക്കാതെ അന്നത്തെ ഭരണസമിതിയെ കൂടി ഉൾപ്പെടുന്നതോടുകൂടി ഈ കേസിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ ഗ്രാവിറ്റി തന്നെ ഒന്ന് മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് നിന്ന് മാറി രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും അന്വേഷണം വരുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും 2019 ഭരണസമിതിയുടെ വീഴ്ചകൾ അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, സുപ്രധാനമാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. പത്മകുമാറിൻ്റെയോ ശങ്കർദാസിൻ്റെയോ രാഘവൻ്റെ അടക്കമുള്ള ഭരണസമിതിയുടെ ഭാഗമായിരുന്ന ആരുടെയും പേരുകളില്ല. പക്ഷേ കൃത്യമാണ്, വ്യക്തമാണ്, ഈ നീക്കം അന്നത്തെ ഭരണസമിതിയിലേക്ക് ചെല്ലുമെന്ന് കരുതണം, അല്ലേ? തീർച്ചയായിട്ടും. അതായത് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ച് ആയിരുന്നു. ക്രൈംബ്രാഞ്ചാണ് പ്രാഥമിക അന്വേഷണത്തിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളും അതോടൊപ്പം അന്വേഷണ റിപ്പോർട്ടും വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘ തലവൻ ADGP H വെങ്കടേശന് കൈമാറിയത്. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് ഇതിൽ ആദ്യത്തെ FIR കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാമത് മറ്റൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യുകയും ആ FIR-ൽ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പുറമെ 2019 ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങളെയും പ്രസിഡന്റിനെയും കൂടി ഉൾപ്പെടുത്തുന്ന ഭരണസമിതിക്കെതിരെ കൂടി അവരെ കൂടി ആരോപണ മുറിയിൽ നിർത്തുന്ന അല്ലെങ്കിൽ പ്രതിപ്പട്ടിയിലേക്ക് നിർത്തുന്ന തരത്തിലേക്കൊരു നീക്കവുമായി ഇപ്പോൾ കടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശദമായ തെളിവെടുപ്പിനിടെ അവരിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം പ്രാഥമികമായി നമുക്ക് ലഭിച്ച സൂചനകൾ അനുസരിച്ച് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ 474 ഗ്രാം സ്വർണം കാണാതാകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിന് ഏതെങ്കിലും തരത്തിൽ 2019 ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി കൂട്ടുനിന്നിട്ടുണ്ടോ എന്നതിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം നടക്കും. പക്ഷേ 6 ആഴ്ചക്കകം ഈ അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിക്ക് മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലെ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ, ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ളവ അടിയന്തരമായി തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അതാണ് സാഹചര്യം. എന്തായാലും സുപ്രധാനമാണ് ഈ നീക്കം. അന്വേഷണ സംഘത്തിൻ്റെ ഈ നീക്കത്തിൽ ഇനി എന്ത് നടപടി എന്നത് കൂടിയാണ് പ്രസക്തമാണ്. 6 ആഴ്ചയ്ക്കുള്ളിൽ നടക്കേണ്ട വേഗത്തിലുള്ള അന്വേഷണത്തിൽ ഈ 2019 ഭരണസമിതിയുടെ വീഴ്ചകൾ കൂടി ഉൾപ്പെടുമ്പോൾ ഇത് സുപ്രധാനമാണ്. ഒരുപക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മാറി അന്നത്തെ ഭരണസമിതിയുടെക്കെതിരായ ചില പരാമർശങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഡാൻ, ഒരു കാര്യം കൂടി, SITയുടെ അന്വേഷണത്തിൽ ഒരു കാര്യം അവർക്ക് അന്വേഷിച്ചല്ലേ മതിയാവുള്ളൂ. അതായത് 2019 ഭരണസമിതി അവർ ഇറക്കിയ ഒരു ഉത്തരവ്, ആ ഉത്തരവിന് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം മാനുവലിൻ്റെ ലംഘനം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായി സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അന്നത്തെ ആ നേതൃത്വവും ജാഗ്രത കാട്ടിയില്ല, അല്ലെങ്കിൽ അവർക്ക് വീഴ്ച പറ്റി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി ഒരു പരാമർശമെങ്കിലും ആ റിപ്പോർട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല, അല്ലേ? അതായത് നിലവിൽ 2 സാധ്യതകളാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ളത്. അതിലൊന്ന്, ബോധപൂർവം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ബോധപൂർവം അങ്ങനെ ഒരു വീഴ്ച വരുത്തിയതാണോ ഭരണസമിതി, അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണ്, അശ്രദ്ധ കൊണ്ട് സംഭവിച്ച ഒരു പിഴവാണ്. ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഇന്ന് ജസ്റ്റിസ് KT ശങ്കരൻ ഈ ദ്വാരപാലക ശില്പങ്ങൾ അടക്കം അവിടെ പരിശോധന നടത്തുകയാണ്. അവിടെ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിശോധനയിലെ വിവരങ്ങളും കണ്ടെത്തലുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികളെ തീർച്ചയായും സ്വാധീനിച്ചേക്കും. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭരണസമിതി ബോധപൂർവം ഈ ദേവസ്വം മാനുവലിൽ അങ്ങനെ ഒരു വീഴ്ച വരുത്തിയതാണോ, അതോ അത് അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനുള്ള തുടർ നടപടികളും ക്രൈംബ്രാഞ്ചിന്റെ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം അങ്ങനെ തന്നെയാണ് പോകുന്നത്. മുൻ ഭരണസമിതി അവരുടെ വീഴ്ചകൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി കടന്നു വരുമ്പോൾ അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൂടി അന്വേഷണം കടക്കുന്നു എന്നതാണ്. ഇതിൽ ഒരു രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ ഡാൻ. പ്രത്യേകിച്ചും
മുൻ ഭരണസമിതി 2019 ഭരണസമിതിക്ക് ചില വീഴ്ചകൾ പറ്റി എന്നത് CPM-ന്റെ നേതാക്കളും മന്ത്രി VN വാസവനുമൊക്കെ പരോക്ഷമായെങ്കിലും സമ്മതിച്ച കാര്യമാണ്. അവരെങ്കിലും ചില പ്രസ്താവനകളിലൂടെയെങ്കിലും ആ സൂചന നൽകിയിട്ടുണ്ട്. പത്മകുമാറിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി തന്നെയാണ് CPM-ന്റെ നീക്കം എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. മാത്രമല്ല, പത്മകുമാർ പിന്നീട് നടത്തിയ ഈ യോഗദണ്ഡിൽ സ്വർണം പൂശിയ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില ഇടപാടുകളടക്കം പിന്നീട് വാർത്തകൾ നിറഞ്ഞതുമാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ അത് CPM നേതൃത്വം അന്നത്തെ ഭരണസമിതിക്കെതിരെ അന്വേഷണം നടക്കട്ടെ എന്നൊരു രാഷ്ട്രീയ നിലപാട് കൂടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് ഈ ആരോപണം ഉയർന്ന സമയം മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൃത്യമായി മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം താൻ അധ്യക്ഷനായതിനു ശേഷം നടന്ന പ്രവർത്തികളെ കുറിച്ച് മാത്രമേ തനിക്ക് ഉത്തരവാദിത്ത ബോധത്തോടെ പ്രതികരിക്കാൻ കഴിയൂ. അതിനുശേഷം എല്ലാം സുതാര്യമായിട്ട് തന്നെയാണ്. അപ്പോഴെല്ലാം മാധ്യമങ്ങൾ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അതിനർത്ഥം അതിനു മുമ്പ് അങ്ങനെ ചില ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ തന്നെ തുറന്നു സമ്മതിക്കുകയാണെന്ന്. അപ്പോഴാണ് അദ്ദേഹം പലതവണയായി ആവർത്തിച്ചത്. അതിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കാൻ ഇരിക്കുന്നത്. തങ്ങൾക്ക് ഒന്നും ഒളിക്കാനില്ല, മടിയിൽ കനമുള്ളവനെ പേടിക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. അതായത് ഈ ആരോപണം 2019 ഭരണസമിതിയിലേക്ക് എത്തും എന്ന കാര്യം നിലവിലെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്കും അതോടൊപ്പം ദേവസ്വം വകുപ്പിനുമൊക്കെ കൃത്യമായി തന്നെ അറിയാമായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രതികരണം മന്ത്രി VN വാസവന്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായാൽ അതിന് പാർട്ടി മുഴുവൻ വില കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതേസമയം പത്മകുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടന്നാൽ അത് കൃത്യമായി പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയുള്ളൂ, സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നൊരു വിലയിരുത്തലിലേക്ക് സർക്കാർ എത്തിയെന്ന് വേണം കരുതാൻ. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ തിരികെ വരാം. അജയ് തറയിൽ, മുൻ ദേവസ്വം ബോർഡ് അംഗം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അജയ് തറയിൽ, 2019 ഭരണസമിതിക്ക് ചില വീഴ്ചകൾ പറ്റി എന്നത് പരോക്ഷമായെങ്കിലും ചില CPM കേന്ദ്രങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നു എന്ന നിങ്ങളുടെയൊക്കെ ഒരു ആക്ഷേപത്തിന് മറുപടി കൂടിയാണ് ഇപ്പോൾ SIT 2019 ഭരണസമിതിയുടെ വീഴ്ചകൾ കൂടി അന്വേഷിക്കാനുള്ള നീക്കം. ഇത് പ്രതീക്ഷ നൽകുന്നതാണോ? അല്ല, ഇത് ഈ സംഭവത്തെ കുറിച്ച് ഞങ്ങൾ വളരെ കൃത്യമായി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ. ഇത് വലിയൊരു കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഇത് ശ്രീ പത്മകുമാർ അധ്യക്ഷതയിൽ കൂടിയ ദേവസ്വം ബോർഡിന്റെ യോഗത്തിന്റെ തീരുമാനമാണ് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഓർഡർ ഇറക്കിയത്. എന്നിട്ട് പറയുകയാണ് അവര് ദേവസ്വം ബോർഡിന്റെ ഓർഡർ തിരുത്തിയെന്ന് പറഞ്ഞാണ് അവര് കുറ്റപ്പെടുത്തുന്നത്. അവര് ദേവസ്വം ബോർഡ് തീരുമാനിച്ചെന്താ, ചെമ്പുപാളി എന്നാണ്. അപ്പോൾ ചെമ്പുപാളി എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഇതിനകത്ത് വളരെ ദൂരവ്യാപകമായി ഉണ്ടാകുന്ന ലാഭേച്ഛ അല്ലെങ്കിൽ ദൂരവ്യാപകമായി ഉണ്ടാക്കാൻ കഴിയുന്ന സാമ്പത്തിക ഇടപാട്, ക്രമവിരുദ്ധമായി ഉണ്ടാക്കാനുള്ള സ്വർണ്ണ ഇടപാടിനെ കുറിച്ചുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്നവർ ഇത് ചെമ്പുപാളിയാണെന്ന് തീരുമാനിച്ചെഴുതിയത്. അതിനുശേഷം ആ സ്വർണം പൂശിയ ചെമ്പുപാളി അഴിച്ചെടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പു ആണ് കൊടുത്തത്. ഇതൊന്നും അന്വേഷിച്ചില്ല, ഇതൊന്നും അറിഞ്ഞില്ല ഇവരെയും. അതിന്റെ ലാഭം പങ്കുവെക്കാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ. 2 പീഠം കൊണ്ടുവന്നു. 2 പീഠം എങ്ങനെ വന്നു? 2 പീഠം വരെ വന്നു. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. 2 പീഠം വരുമ്പോൾ ആ പീഠത്തിന് മുകളിൽ ഒരു ദ്വാരപാലക ബിംബം ഉണ്ടാകും. അതൊക്കെ ഇന്ത്യ മുഴുവൻ കൊണ്ടുവന്നിടന്ന് കോടാനുകോടി രൂപ പിരിച്ച് ദൈവീക ശക്തിയുള്ള ദ്വാരപാലകരെ ലോകം മുഴുവൻ കൊണ്ടുവന്നിടന്ന് പൈസ പിരിച്ചതിന് ശേഷം ഒരു സാധാ ചെമ്പിൽ തീർത്ത ഒരു ദ്വാരപാലക ശില്പം കൊടുത്ത് അതിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇവരാരാ? അതറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ ദേവസ്വം ബോർഡ് മാത്രമല്ല, ഇതിനകത്ത് മുകളിലേക്ക് കൂടി പോകണം, അന്നത്തെ ഗവൺമെന്റിലേക്ക് കൂടി പോകണം. ഗവൺമെന്റ് ഒത്താശയുണ്ട്. അതാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രന് ആ ദ്വാരപാലക ശില്പം കൊണ്ടുപോയ വലിയ സമ്പന്നനായ കോടീശ്വരനെ അറിയാമെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞത്. അതുകൊണ്ട് അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അന്നത്തെ ഗവൺമെന്റിലേക്ക് പോകണം. അത് മാത്രമാണോ ശ്രീ പ്രശാന്ത് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്നത് എനിക്കറിയില്ല എന്ന്. പ്രശാന്തല്ലേ 2025 സെപ്റ്റംബർ മാസം 9-ാം തീയതി അത് വീണ്ടും അഴിച്ചു കൊടുത്തത്? അത് കൊണ്ടുവന്ന സ്ഥിതി എന്താ? അത് ക്രമവിരുദ്ധമല്ലേ? അപ്പോൾ 2019 ഉണ്ടായിരുന്ന ഭരണസമിതി, ഇപ്പോഴുള്ള ഭരണസമിതി, ഇപ്പോൾ അവിടെ നടത്തിയ അതിക്രമങ്ങൾ, ഇതെല്ലാം SIT അന്വേഷിക്കണം. അത് പരിധിയിൽ വരുന്നത് വരെയുള്ള
വലിയ സമരങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ 9 പേരെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനോ, അല്ലെങ്കിൽ ഈ പത്മകുമാറിന്റെയും ആ ഭരണസമിതിയെ മാത്രം തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനോ അല്ല. ഇതിന് മുകളിലുള്ള ഗവൺമെന്റ് അടക്കമുള്ള ആളുകൾക്ക് ഇതിനകത്തുള്ള പങ്കിനെ കുറിച്ച് കൊണ്ടുവന്ന് മുഴുവൻ പ്രതികളെയും, സ്വർണം എന്ന് പറഞ്ഞാൽ ദൗർബല്യമായ ഒരു സർക്കാരാണ്, ആ സ്വർണം ദൗർബല്യമായ സർക്കാരിലെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും കൊണ്ടുവരുന്നത് വരെയുള്ള അതിനാണ് ഞങ്ങൾ കേരളത്തിൽ വ്യാപകമായ സമരത്തിന്റെ തുടക്കമാണ്. ഇനിയും ഞങ്ങൾ സമരത്തിലേക്ക് പോകും. ഇത് കുറച്ചുകൂടി ആശാവഹമായ കാര്യമാണ്. അല്ലാതെ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇതല്ല ലക്ഷ്യം. ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന്റെ യഥാർത്ഥ പ്രതികളാണ്. കോൺസ്പിറസി വരുമ്പോൾ മന്ത്രി അടക്കമുള്ള ആളുകൾ ഈ കോൺസ്പിറസിൽ വരുമെന്നതാണ് ഞങ്ങളുടെ നിഗമനം. ശരി, എന്തായാലും വളരെ നന്ദി അജയ് തറയിൽ പ്രതികരിച്ച്. എന്തായാലും ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും അന്വേഷണം കടക്കുന്നുവെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കൊള്ളയിൽ 2 FIR ആണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇതിനിടയിൽ മറ്റൊരു സുപ്രധാന നീക്കമുണ്ട്. സ്വർണ്ണപ്പാളി മോഷണത്തിൽ ശബരിമലയിൽ സ്ട്രോങ് റൂമിൽ കണക്കെടുപ്പ് 2ാം ദിവസത്തിലാണ്. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പും പരിശോധനയും തുടരുന്നത്. പുതിയതായി സ്വർണ്ണം പൂശി തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പത്തിന്റെ പരിശോധനയും ഇന്ന് നടക്കും. അത്ര സുപ്രധാനമായ നീക്കമാണ് ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്നത്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ജസ്റ്റിസ് KT ശങ്കറിന്റെ നീക്കം അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ്. 2 ദിവസങ്ങളിലായി പരിശോധനയെന്നാണ് പ്രതീക്ഷിച്ചത്. പരിശോധന ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? സജിത്ത്, ഇന്നലെ തുടർന്ന പരിശോധന ഇപ്പോഴും ശബരിമലയിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും വലിയ വിശദമായ ഒരു പരിശോധന തന്നെ. കാരണം ശബരിമലയിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ, ദേവന് ലഭിച്ചിട്ടുള്ള സ്വർണം, അതുപോലെ തന്നെ മറ്റ് വസ്തുവകകൾ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ, രജിസ്റ്ററും ഈ മഹസറും അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത്. ഇന്ന് ദ്വാരപാലക ശില്പം, അതായത് ചെന്നൈയിൽ സ്വർണ്ണം പൂശി തിരികെ കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പരിശോധന നടക്കും. അതിൽ കുറവുള്ള സ്വർണം ഉണ്ടായിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും കാര്യം കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ, അതായത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ദേവസ്വം കമ്മീഷണറുണ്ട്, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, അങ്ങനെ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ജീവനക്കാരും ചേർന്നാണ് ഈ രേഖകളെല്ലാം ശബരിമലയിൽ പരിശോധിക്കുന്നത്. സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന നടക്കുന്നത്. അതേസമയം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് ആറന്മുള സ്ട്രോങ് റൂമിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയാണ്. അവിടെ ഇതിനുശേഷം ഈ ശബരിമലയിലെ ഇന്നത്തെ ദ്വാരപാലകർ അടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാ സ്വർണ്ണം പൂശിയ കാര്യം അടക്കം പരിശോധിച്ചതിന് ശേഷം ആറന്മുളയിൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെയോ ആറന്മുള സ്ട്രോങ് റൂമും തുറന്ന് പരിശോധിക്കും. അവിടുത്തെ കണക്കെടുപ്പും പ്രത്യേകം. ആ കണക്കെടുപ്പിലൊക്കെ കൃത്യമായ രേഖകളും കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് കോടതിയിലേക്ക് സമർപ്പിക്കുക. എന്തായാലും സ്വർണ്ണപ്പാളി വിവാദമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടാകുന്നു. കേസുകൾ 2 FIR കൂടി രജിസ്റ്റർ ചെയ്യുന്നു. പ്രധാനപ്പെട്ട 2019 പത്മകുമാർ അടക്കം പ്രതികളായി വരുന്ന സാഹചര്യം ഈ കേസുകളിൽ ഉണ്ടാകുന്നു. ഇതെല്ലാം, ഈ രേഖകളെല്ലാം ഈ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ആ രേഖകളിൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും നോക്കുന്നത്. കാരണം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെയോ മറ്റു കാര്യങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പരിശോധനയിൽ വ്യക്തമാകും. അത്തരം രേഖകൾ ലഭിക്കും, അതിൽ വ്യക്തമാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കോടതിക്കുള്ള. വളരെ വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. 2019 സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഒപ്പം പത്മകുമാർ വ്യക്തമാക്കിയിരുന്നത് തങ്ങൾക്ക് ഇതിൽ പങ്കില്ല, ദേവസ്വം സെക്രട്ടറിക്കാണ് വീഴ്ച പറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിലവിൽ ദേവസ്വം ബോർഡ് അറിയാതെ ഒരു കാര്യവും ശബരിമലയിൽ നടക്കാൻ സാധ്യത, അത്തരം ഒരു ഉത്തരവ് ഉദ്യോഗസ്ഥർക്ക് മാത്രം ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിരീക്ഷണമാണ് കോടതിയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രേഖകളുടെ പരിശോധന പ്രധാനമായും നടക്കുന്നത്. ആ രേഖകളിൽ എന്തെങ്കിലും കൃത്രിമം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സൈത്തെ, സുപ്രധാനമാണ് ഈ നീക്കം. കാരണം പരിശോധന, സ്ട്രോങ് റൂം തോറുള്ള പരിശോധനയിൽ ഇതുവരെ പുറത്തുവന്ന വാർത്തകൾക്കപ്പുറം, വിവരങ്ങൾക്കപ്പുറം സുപ്രധാനമായ ചില കണ്ടെത്തലുകളിലേക്ക് ജസ്റ്റിസ് KT ശങ്കർ കടക്കുമോ എന്ന കാര്യം കൂടിയാണ്. കാരണം ശബരിമലയിൽ 2019 ഇത്തരമൊരു ഇടപാട് നടന്നു എന്ന കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മറ്റു ചില സാഹചര്യങ്ങളാണ് ഇത് പുറത്തു വന്നത് എന്നതുപോലെ ഇപ്പോൾ നടക്കുന്ന സ്ട്രോങ് റൂം പരിശോധനയും എന്തായാലും നിർണായകമാണ്. കോടതിക്ക് ചില സംശയങ്ങളുണ്ട്, അതുകൊണ്ടുകൂടിയാണ് അത്തരമൊരു പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ അങ്ങേയറ്റം നിർണായകമാണ്. നിയമപരമായ അന്വേഷണത്തെ നേരിടുമെന്നാണ് പത്മകുമാർ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. FIR-നെ കുറിച്ച് തനിക്ക് അറിവ് കിട്ടിയിട്ടില്ലെന്നും പത്മകുമാർ പത്തനംതിട്ടയിൽ നിന്ന് പ്രതികരിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ വൃത്തിഹീനമായി നിർമ്മിച്ച പ്രസാദം കണ്ടെത്തിയ സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തും. 2 അനധികൃത കരിപ്രസാദ നിർമ്മാണം കണ്ടെത്തിയതോടെ BJP ഹിന്ദു സംഘടനകൾ ദേവസ്വം അസിസ്റ്റന്റ് ഓഫീസറെ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട്.
മേൽശാന്തിക്ക് എതിരെ നോട്ടീസ് നൽകുമെന്ന ഉറപ്പിന്മേലാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ദേവസ്വം പ്രസിഡന്റും അറിയിച്ചിരിക്കുന്നു. എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, ഇന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും വിജിലൻസിന്റെ നീക്കം പ്രതീക്ഷിക്കണമോ? ഇന്നത്തെ സാഹചര്യം അവിടെ എന്താണ്? പ്രതിഷേധങ്ങൾക്ക് സാധ്യതകളുണ്ട്? പ്രജിത്ത്, വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്ര സമീപത്തെ വാടക വീട്ടിൽ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയ കരിപ്രസാദം പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത്. സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മാസ്റ്റർ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ, ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ശാന്തിമഠത്തിന്റെ മുകളിലായിട്ട് സമാനമായ രീതിയിൽ തന്നെ കരിപ്രസാദ നിർമ്മാണം കണ്ടെത്തിയത്. ഇതെല്ലാം തന്നെ വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെച്ചത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് രണ്ടിടത്തും നിർമ്മാണം കണ്ടെത്തിയത്. സമീപത്ത് നിന്നും മദ്യക്കുപ്പികളും സിഗരറ്റ് കുറ്റികളും അടക്കം ലഹരി ഉൽപ്പന്നങ്ങളുടെ കവറുകളും കണ്ടെത്തിയത്. ശരിയാണ് വിനീഷ്, ഞാൻ കൊട്ടാരക്കര വാർത്തകളിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് പത്മകുമാർ, മുൻ ദേവസ്വം പ്രസിഡന്റ്, 2019 വിവാദ കാലഘട്ടത്തിലെ എന്നെ ഒറ്റതിരിച്ചാക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റതിരിച്ചാക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കില്ല. നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഫേവറും ചെയ്തിട്ടില്ല. അയാൾ 2007 ആലപ്പുഴക്കാരനൊരു തിരുമേനിയുടെ ആളായിട്ടാണല്ലോ 2007 ശബരിമല വന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അച്യുതൻ തിരുമേനിയോ എന്തോ പറഞ്ഞിട്ട് ഒരാളുടെ ആളായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എങ്ങനെ? അതിനു മുമ്പ് എവിടെയായിരുന്നു? അത് 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞാന് ഇങ്ങനെ ഇതിപ്പോ ബഹുമാനപ്പെട്ട കോടതിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വല്ല എഫ്ഐആറിനകത്ത് വരികയാണെങ്കിൽ അവിടെ പറയാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും 2007 ഇയാൾ ശബരിമലയ്ക്ക് വരുന്നത്. ശബരിമലയിലെ എന്താ പറഞ്ഞേ, കേശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. ഇദ്ദേഹം ശബരിമല വരുന്ന 2007 മുമ്പ് എവിടെയായിരുന്നു? അതെങ്കിലും ഒന്ന് കൊടുക്കണം സത്യസന്ധമായിട്ട്. ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു. ആ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ഇയാൾ ശബരിമല കേശാന്തിയുടെ സഹായിയായിട്ട് വരുന്നത്. അവിടെ തന്ത്രമാർക്കായിരുന്നു ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തില്. നിങ്ങളുടെ പങ്കല്ലല്ലോ എന്റെ പങ്ക്. നിങ്ങളുടെ പങ്കല്ല എന്റെ പങ്ക്. അതിനകത്ത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് 2007 ആലപ്പുഴക്കാരനൊരു കീശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ കൂടെ പോയി അന്വേഷിച്ചിട്ട് പിന്നെ എന്തൊക്കെ വന്നാൽ ഞാൻ പറയാം. അല്ല, അതെ, അതാണ് അവിടെ അന്ന് ആരായിരുന്നു തന്ത്രി എന്നുള്ളത് അന്വേഷിക്കണം. ആരൊക്കെ തമ്മിലാണ് നേരത്തെ പരിചയം ഉണ്ടായിരുന്നത് എന്നുള്ളത് അന്വേഷിക്കണം. ഈ കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പൊ വെളി വരുമ്പോ ഇതൊക്കെ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ പത്മകുമാറാണ് മുഴുവൻ. അങ്ങനെ ആക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. എല്ലാം മാധ്യമങ്ങൾ ആ നിലയ്ക്ക് ശക്തമായി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു കാര്യം, മാധ്യമങ്ങൾ പത്മകുമാറിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ രുദ്രാക്ഷമാലയുടെയും യോഗദണ്ഡിന്റെ കാര്യത്തിൽ അവിടെ വെച്ച് പണിത ആള് പറയുന്നു, അവിടെ വെച്ചാണ് പറയുന്നത്. പക്ഷെ ആ കാര്യങ്ങൾ വാർത്തയാകുന്നില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ വിഷയങ്ങളും അല്ല, എല്ലാം സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണെങ്കിൽ അതൊക്കെ വരണമല്ലോ. അതിപ്പോ എന്റെ മകനെ കരാർ ഏൽപ്പിച്ചു. അവൻ കരാറ് പണിക്കാരനല്ല. അവിടെ വെച്ച് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് വൃത്തിയാക്കി കൊടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ചെയ്ത ആള് കോഴഞ്ചേരി തന്നെ ഉണ്ട്. അവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു പൈസ പോലും വാങ്ങിക്കാതെ അവിടെ വെച്ച് തന്നെയാണ്, ശബരിമല വെച്ച് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോ സ്വർണ്ണ ദണ്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോ വേറെ ആള്, അപ്പൊ ഞാൻ പറഞ്ഞത് തടി ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഒരു മാധ്യമം പറഞ്ഞു അതിനെ അത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് പത്മകുമാർ കണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത. അപ്പൊ അതുകൊണ്ട് നല്ലതുപോലെ ഒറ്റതിരിച്ച് ആക്രമിക്കുക. ഈ ആക്രമണം കൊണ്ട് ദുർബലപ്പെടുമെന്നാരും ധരിക്കേണ്ട, ശക്തിപ്പെടൽ മാത്രമേ ഉണ്ടാകുള്ളൂ. ഞാനൊരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ആദ്യം ഈ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിരുന്ന എന്റെ ഒരു മാനസികാവസ്ഥ, എന്റെ മുഖഭാവവും അല്ലല്ലോ, നിങ്ങളെന്നും കാണുന്നവരാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനേക്കാൾ ശക്തമല്ലേ ഇന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ആക്രമണം, മാധ്യമങ്ങൾ എന്നെ ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത്
എന്നെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴൊരു തീരുമാനമെടുക്കണം, അതേപടി നടപ്പാക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ എന്ന് ആവർത്തിച്ചുറപ്പാക്കാനുള്ള ബാധ്യത കൂടി ഭരണസമിതിക്കില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡില്ലേ? നോക്കട്ടെ, എവിടൊക്കെയാ വിശവ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. എവിടൊക്കെയാ വിശവ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാമോ. എന്തുകൊണ്ടാണ് ഈ കട്ടിളപ്പടി ചെയ്യുന്നതെന്ന് രേഖപ്പെടുത്തിയിരുന്നത്? എവിടെ രേഖപ്പെടുത്തി? അത് അവരോട് ചോദിക്കണം, ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥ കൂടുതലായിട്ട് ഇപ്പൊ പത്മകുമാറിനെ ഇരയാക്കാൻ നോക്കുകയാണ് അന്നത്തെ ചില ആളുകൾ ചെയ്ത കാര്യത്തിന്. ഇപ്പൊ കാരണം ഇപ്പൊ ഇത് തുടങ്ങുന്ന 2023 പ്രശ്നത്തിലാണ്. ഈ നിലവിലെ ദേവസ്വം പ്രസിഡന്റിന് ഇപ്പോൾ പ്രശ്നമില്ല, പക്ഷേ എല്ലാം കറങ്ങി തിരിഞ്ഞ അവസാനം 2019 മാത്രമാണ് പ്രശ്നം നടന്നതെന്നാണ് ഇപ്പൊ പറയുന്നത്. എല്ലാം 19 എഫ്ഐആറുകളൊക്കെ വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രം 1950 അതിനു മുമ്പും അവിടെ ഉണ്ടായ സംഭവം ഉൾപ്പെടെ അതെല്ലാം 2019 ദേവസ്വം ബോർഡിന്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഉൾപ്പെടെ മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്ന്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇതെല്ലാം കൂടെ പത്മകുമാറിന്റെ നെഞ്ചത്തോട്ടിരിക്കട്ടെ. ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് 2019 ഭരണസമിതിയാണോ? അല്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമല വന്ന ആളാണ്. 2007 മുതൽ അവിടെ ഉള്ള ആളാണ്. അതെങ്ങനെയാ 2017-19 നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക? നമ്മളെക്കാളിലൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. ചേട്ടാ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും പറയുന്ന ഒരു കാര്യം, ഈ രുദ്രാക്ഷമാലയും യോഗ രണ്ടും അന്ന് ഈ സ്വർണ്ണം പൂശാനെ കൊടുക്കുമ്പോഴേ അത് ദേവസ്വം പ്രസിഡന്റിന്റെ കുടുംബത്തിന് തന്നെ കൊടുക്കുന്ന ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അത് ആ നടപടികളില്ലേ, ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോ ഞാൻ മറുപടി പറയാൻ പോണോ? ഇതിന്റെയൊക്കെ ആദ്യം തുടക്കം അവിടെ നിന്നാണെന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞില്ലേ? പീഠത്തിന്റെ കാര്യം വന്നപ്പോ ആരാ ഗൂഢാലോചന നടത്തിയെന്ന് ഇപ്പൊ വന്നില്ലേ? അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലുള്ള ബഹുമാന്യരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഔചിത്യത്തിന്റെ പ്രശ്നമല്ല. ഇത് ഈ പറഞ്ഞതുപോലെ സ്വർണം പൂശുക എന്ന് പറയുന്നത് അത് സ്വർണം പൂശാൻ പറ്റുന്ന സാധനമല്ല. അത് വെറുതെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവസ്ഥ ആദ്യം പറഞ്ഞു അത് സ്വർണ്ണദണ്ഡാണെന്ന് പറഞ്ഞു, അത് അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഒരു മാന്യദ്ദേഹം എന്റെ വീട്ടിൽ വന്നപ്പോ സ്വർണ്ണദണ്ഡ് ഞാൻ വീട്ടിനകത്തിരിക്കുന്നത് കാണിച്ചു കൊടുത്തു എന്ന് വരെ പ്രസംഗിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ആവക കാര്യങ്ങളെപ്പറ്റി ഒന്നും ഇപ്പൊ മറുപടി പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭരണകാലത്ത് ശബരിമല ക്ഷേത്രത്തിനെതിരായി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പെശകുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. കോടതി തീരുമാനിക്കട്ടെ, അപ്പോൾ നമുക്ക് പറയാം. എ പത്മകുമാറിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. പത്മകുമാർ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായും എന്നാൽ ചില സൂചനകൾ വെച്ചുകൊണ്ടും സംസാരിക്കുകയാണ്. തന്നെ മാത്രം ഒറ്റപ്പെടുത്തി പോകാമെന്ന് ആരും കരുതേണ്ടതില്ല. മാധ്യമങ്ങളാണ് ശ്രമിക്കുന്നു പറയുമ്പോഴും പത്മകുമാർ ലക്ഷ്യമിടുന്നത് മാധ്യമങ്ങളെ മാത്രമല്ല എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. 2019 ഭരണസമിതിക്കാണ് എല്ലാ ഉത്തരവാദിത്വവും എന്ന തരത്തിലേക്ക് വ്യാഖ്യാനമുണ്ടാക്കുകയാണ്. ഈ പ്രതിസന്ധിക്ക് തൻ്റെ തലയിൽ, ശബരിമലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും തൻ്റെ തലയിൽ തന്നെ അതിന് മാത്രം കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള നീക്കം അംഗീകരിക്കില്ല. അതിനെതിരെ താൻ ശക്തനായി മുന്നോട്ട് വരുമെന്ന് പറയുമ്പോൾ കൃത്യമായ ചില സൂചനകൾ കൂടി പത്മകുമാർ പങ്കുവയ്ക്കുന്നുണ്ട്. ആരെയാണ് പത്മകുമാർ ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യം കൂടിയാണ്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം നിർണായകമാണ്. അന്നത്തെ ഭരണസമിതി അംഗങ്ങൾക്കിടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അന്ന് പരസ്യമായതാണ്. എ പത്മകുമാർ, ഒപ്പം രാഘവൻ CPMന്റെ പ്രതിനിധികളായി, ഒപ്പം ശങ്കർദാസ് CPIയുടെ പ്രതിനിധിയായി, ഇങ്ങനെ 3 അംഗങ്ങളാണ് അന്ന് ആ ഭരണസമിതിയുടെ ഭാഗമായി അന്ന് പ്രവർത്തിച്ചത്. സ്വാഭാവികമായും ഈ നീക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയരുന്നത് അന്നത്തെ ഭരണസമിതിയിലേക്ക് കൂടി എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി ഉയരുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. നടപടി എടുത്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. ഇന്നലെ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ 325 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, കോൺഗ്രസ് ശക്തമായ നീക്കമാണ്. ഇന്നലെ തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പരാമർശിച്ചു കൊണ്ടുപോലുമാണ് പ്രസംഗം നടത്തിയത്. എന്താണ് നീക്കം? ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ വീടുകളിലേക്ക് പ്രതിഷേധം, അങ്ങനെയുള്ള പരസ്യ നീക്കമാണോ? എന്തായാലും കോൺഗ്രസിന് വലിയ ആയുധമാണ്.
ശശിക്ക് ചെറുതും വലുതുമായ കോൺഗ്രസ് നേതാക്കളെല്ലാം ഇന്നലെ പ്രസംഗിച്ചപ്പോൾ പോലീസിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും റൂറൽ എസ് പി ബൈജുവുമായി നേരത്തെ തന്നെ കോൺഗ്രസിന് ചില ഉരസലുകളുണ്ട്. കോൺഗ്രസ് കോഴിക്കോട് കേസുകാർ നടത്തിയ മാർച്ചിൽ ഒരു പ്രവർത്തകനെ കഴുത്തിന് പിടിച്ച് ഇരിക്കുന്ന ചിത്രങ്ങളൊക്കെ പത്രങ്ങളിലൊക്കെ വരികയും അന്നത്തെ വലിയ വിവാദമാവുകയും ചെയ്തു. അന്നു മുതൽ തന്നെ ബൈജുവുമായി വലിയ ഒരു ഏറ്റുമുട്ടലിൽ കോൺഗ്രസ് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഒപ്പം വടകര മേഖലകളും ഒക്കെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ വീണ്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അവിടെയും പോലീസ് ഷാഫി പറമ്പലിനെ മർദ്ദിക്കാൻ അല്ലെങ്കിൽ ഷാഫി പറമ്പലിന് എതിരെ സമരം ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്ന ആരോപണം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്നലെ നേതാക്കൾ പേരെടുത്ത് അദ്ദേഹത്തിനെതിരെ പ്രസ്താവനകൾ ഇറക്കുന്ന സാഹചര്യം വലിയ ഭീഷണിയുടെ ശബ്ദത്തിലൊക്കെയുള്ള പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. ഒപ്പം പേരാമ്പ്ര ഡിവൈഎസ്പി ഹരിപ്രസാദിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ മർദ്ദനം ഒക്കെ ഉണ്ടായ ശേഷം പോലീസ് പറഞ്ഞത് ഈ ഒരു ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല, ഗ്രനേഡിന്റെ പിൻ ലൂസായി താഴെ വീഴുകയും അത് പൊട്ടുകയും അങ്ങനെയാണ് ഷാഫി പറമ്പലിനും ഹരിപ്രസാദ് ഡിവൈഎസ്പിക്കും പരിക്കേറ്റ് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതിന് ഈ എഫ്ഐആറിലൊക്കെ ഇത് രേഖപ്പെടുത്തിയ ശേഷമാണ് പിന്നീട് ഷാഫിയെ ലാത്തി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും അത് കോൺഗ്രസിന് വലിയൊരു ആയുധമായി മാറുകയും ചെയ്തു. കാരണം ആദ്യഘട്ടത്തിൽ ഒരു പ്രതിരോധത്തിൽ എങ്ങനെയാണ് ഈ മുറിവ് വന്നത് എന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇല്ലാതെങ്കിൽ പോലും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടുകൂടി അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചു. ഇതോടെ പോലീസിന്റെ വാദങ്ങൾ പൂർണ്ണമായി തെറ്റെന്ന് തെളിയിക്കാൻ കോൺഗ്രസിന് കഴിയുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം പോലീസിനെതിരെ ഉയർന്നത്. ഇന്നലെ പേരാമ്പ്രയിൽ നടത്തിയ പ്രകടനത്തിൽ ഏതാണ്ട് 325 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗതാഗതം തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന പ്രകോപനപരമായ മുദ്രാവാക്യം വിളി അടക്കമുള്ള കാര്യങ്ങൾ, ഗതാഗത തടസ്സം വരുത്തി തുടങ്ങിയ അടക്കമുള്ള കുറ്റങ്ങളാണ്. അതിൽ 5 പേരുടെ പേരെടുത്തും 320 പേരെ കണ്ടാൽ അറിയുന്നവർ എന്ന് പെടുത്തിയുമാണ് ഈ നടപടികൾ കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 600-ലധികം പേർക്കെതിരെ അന്ന് ആ സംഘർഷം നടന്ന ദിവസത്തെ സംഭവത്തിൽ കേസെടുത്തിരുന്നു. അന്ന് ഏതാണ്ട് 400-ലധികം വരുന്ന LDF പ്രവർത്തകർക്കെതിരെയും കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധത്തിന്റെ 2 ദിനങ്ങളാണ് കടന്നുപോയത്. ഇന്ന് മറ്റ് സമര പരിപാടികളെ കുറിച്ച് DCC അടക്കം പറഞ്ഞിട്ടില്ല. ഇനി വരും ദിനങ്ങളിൽ ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി നടപടി എടുത്തില്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും പോലീസ് തലപ്പത്ത് ഈ നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു പരിശോധന നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കീഴുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ ഈ ഷാഫി പറമ്പലിന്റെ MP തിരിച്ചറിയാൻ കഴിയാതെ പോയോ എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടന്ന എന്താണ് സംബന്ധിച്ചൊരു പ്രാഥമിക വിലയിരുത്തൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. നടപടി ഉണ്ടായില്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് മാർച്ചുമായി പോകും എന്നവർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. കോൺഗ്രസ് ചില കടുത്ത തീരുമാനങ്ങളിലാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നതാണ്. അതിന് തയ്യാറാകുമോ? സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനം ഇക്കാര്യത്തിൽ എന്താണ് ഉണ്ടാവുന്നത്? ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമോ? ഇല്ലെങ്കിൽ കോൺഗ്രസിന് തുടർ നീക്കമെന്ന് പ്രസക്തമാണ്. വരും ദിവസങ്ങളിലും നാളെ അടക്കം നമുക്ക് നിർണായകമായ നീക്കങ്ങൾ കരുതുകയും. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഈ യൂത്ത് കോൺഗ്രസ് KSU MSF തർക്കം രൂക്ഷമാവുകയാണ്. അടുത്തിടെ ചില കോളേജുകളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം രൂക്ഷമായത്. മണ്ണാർക്കാട് MES കല്ലടി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KSUവും MSFും തമ്മിൽ തുടങ്ങിയ തർക്കം പാലക്കാടിന് പുറമെ കോഴിക്കോടും വയനാടുമെല്ലാം പ്രതിഫലനമുണ്ടാക്കുകയാണ്. വടക്കൻ ജില്ലകളിലെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിലനിൽക്കുന്ന ഉപ്പിളമ തർക്കം പോഷക സംഘടനകളും ഏറ്റുപിടിക്കുകയാണെന്ന വിമർശനം ഇതോടെ ശക്തമാവുകയാണ്. മണ്ണാർക്കാട് വിഷയത്തിൽ KC യൂണിറ്റ് കമ്മിറ്റിയെ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ KSU ജില്ലാ നേതൃത്വം രൂക്ഷ മറുപടിയുമായി രംഗത്തെത്തിയതോടെ തർക്കപരിഹാരത്തിന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെടൽ നടത്തുമെന്നാണ് സൂചന. ഇടവേളയാണ്, മടങ്ങി വരാം. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണ്. എറണാകുളം കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യ ലവ് ജിഹാദ് അല്ലെന്നാണ് പോലീസിന്റെ കുറ്റപത്രം. നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ല. ആൺ സുഹൃത്ത് ബന്ധത്തിൽ നിന്നും പിന്മാറിയതിന്റെ നിരാശയിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കേസിൽ ആൺ സുഹൃത്തായ റമീസിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. റമീസിന്റെ മാതാപിതാക്കളും സുഹൃത്തുക്കളും ഈ കേസിൽ പ്രതികളാണ്. നവമി ദിനേശ് ചേരുന്നു. നവമി, ഏറ്റവും ആക്ഷേപം ഉയർന്ന ഒരു കാര്യമാണ് ഇതിൽ മതപരിവർത്തനമാണ്. നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമം നടന്നു, അതിൽ നൊന്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന കാര്യം. പക്ഷേ പോലീസ് അത് തള്ളുകയാണല്ലേ?
അതെ സജിത്ത്, പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് ഈ കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ നിർബന്ധിത മതപരിവർത്തനമില്ല എന്ന് തന്നെയാണ്. ഓഗസ്റ്റ് 9-ാം തീയതി രാവിലെ, ശനിയാഴ്ച രാവിലെ ആയിരുന്നു ഈ പെൺകുട്ടിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നുമാണ് പ്രതി റമീസിനെ കുറിച്ചും റമീസിന്റെ മാതാപിതാക്കൾ, ഒരു സുഹൃത്ത് എന്നിവരെ കുറിച്ചുള്ള പേര് വിവരങ്ങളും അവർ ഏത് രീതിയിലാണ് തന്നെ ഉപദ്രവിച്ചത് എന്നതെല്ലാം വിശദമായി തന്നെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ റമീസും തമ്മിലുള്ള വിവാഹം അത് രണ്ട് കുടുംബങ്ങൾക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നീട് ഈ റമീസിന്റെ സ്വഭാവത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ, അതും മറ്റൊരു യുവതിയുമായിട്ടുള്ള ബന്ധം, ചില അനാശാസ്യ കേന്ദ്രങ്ങളിൽ പോകുക എന്നീ കാര്യങ്ങൾ പെൺകുട്ടി അറിയുകയും ഇതേ തുടർന്നാണ് തനിക്ക് മതം മാറാൻ താല്പര്യമില്ല, പകരം വിവാഹം കഴിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്ത് ജീവിച്ചാൽ മതി എന്ന ഒരു കാര്യം പെൺകുട്ടി റമീസിനോട് പറയുകയും, പക്ഷെ റമീസ് അതിനോട് തയ്യാറായിരുന്നില്ല. പെൺകുട്ടിയെ തന്റെ പാനായിക്കുളത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് പെൺകുട്ടിയോട് റമീസ് ആവശ്യപ്പെടുകയും ചെയ്തു. റമീസ് പിന്നീട് ഫോൺ വിളിച്ചാൽ എടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയതിനെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. പെൺകുട്ടിയുടെ കുടുംബമടക്കം തുടക്കം മുതൽ ആരോപിക്കുന്നത് ഇതിലൊരു നിർബന്ധിത മതപരിവർത്തനം ഉണ്ടെന്ന് തന്നെയാണ്. പെൺകുട്ടിയുടെ സുഹൃത്തും അത് ശരിവെക്കുന്നുണ്ട്. പോലീസിന് നൽകിയ മൊഴിയും അപ്രകാരമാണ്. പക്ഷെ പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ ഇതൊരു നിർബന്ധിത മതപരിവർത്തനമല്ല. റമീസ് വിവാഹത്തിൽ നിന്നും പിന്മാറിയതിന്റെ വിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഒപ്പം ഇതിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക, ആത്മഹത്യാ പ്രേരണ കുറ്റം, ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്നീ വകുപ്പുകൾ പ്രകാരമാണ് റമീസിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുറ്റപത്രത്തിലും ആ വകുപ്പുകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. റമീസിന്റെ മാതാപിതാക്കളും ഇതിൽ പ്രതികളാണ്. അവർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. ഒപ്പം റമീസിന്റെ ഒരു സുഹൃത്തും ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. അങ്ങനെ 4 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. അതേസമയം തന്നെ പെൺകുട്ടിയുടെ കുടുംബവും BJPയും അടക്കം ഇതിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുകയും ചെയ്തു. BJPയുടെ മുതിർന്ന നേതാക്കൾ, MP-മാരടക്കം, സുരേഷ് ഗോപി MP അടക്കം പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഇതിലൊരു NIA അന്വേഷണത്തിൽ അല്ലെങ്കിൽ തുടരന്വേഷണത്തിൽ പാർട്ടിയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഏറെ വിവാദമായ ഒരു കേസ് കൂടിയായിരുന്നു ഈ കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യ. പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം, കുറ്റപത്രം പ്രകാരം ഇതിലൊരു നിർബന്ധിത മതപരിവർത്തനമില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. 56 സാക്ഷികളാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. കോതമംഗലത്തെ ഈ വിവാദമായ സംഭവത്തിൽ എന്തായാലും പോലീസ് കുറ്റപത്രത്തിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിക്കുന്നില്ല. മറ്റൊരു വാർത്ത, എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. 5,70,000 രൂപയാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തട്ടിയെടുത്തത്. വർക്ക് ഫ്രം ഹോമിലൂടെ വരുമാനം നേടാം എന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. നവമി ദിനേശ് തന്നെയാണ് തുടരുന്നത്. നവമി, എന്തായിരുന്നു ഈ തട്ടിപ്പ്? കൊച്ചി കേന്ദ്രീകരിച്ച് ഓൺലൈൻ തട്ടിപ്പുകൾ ഇങ്ങനെ തുടർച്ചയായി സംഭവിക്കുകയാണ്. അതിൽ പുതിയ സംഭവമാണ്. അതെ, തീർച്ചയായും സജിത്ത്, എത്രമാത്രം മുന്നറിയിപ്പ് നൽകിയിട്ടും ആളുകൾ ഈ ഒരു ഓൺലൈൻ തട്ടിപ്പിന് ഇരയാക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അത് ലക്ഷങ്ങളാണ് കയ്യിൽ നിന്നും നഷ്ടമാകുന്നത്. ഈ പ്രതികളെ പിടികൂടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പോലീസിനെ സംബന്ധിച്ച്, സൈബർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ എത്ര തവണ നിർദ്ദേശം നൽകിയിട്ടും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ വീണു പോകുന്ന ഒരു വിഭാഗം മലയാളികൾ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ഈ പരാതിക്കാരിക്ക് സംഭവിച്ചത്, അവർ ഒരു വീട്ടമ്മയാണ്, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യാം എന്ന ഒരു വാഗ്ദാനം, ഒന്ന് പരസ്യം ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. ഇതേ തുടർന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് വാട്സപ്പ് വഴി ഒരു ഹോട്ടലിലെ HR എന്ന പേരിൽ ഒരു വ്യാജൻ ഇത്തരത്തിൽ ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുകയും 1000 രൂപ ദിവസവും 5000 രൂപ നൽകാം, അവർ പറയുന്ന സൈറ്റുകളിൽ കയറുക, അതിന്റെ റേറ്റിംഗ് ഇടുക, റിവ്യൂ ഇടുക, അതുമാത്രമാണ് ഇവർ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നുണ്ട്. ആദ്യം തുടക്ക സമയത്ത് 4000 രൂപയോ 5000 രൂപയോ ഒക്കെ നൽകി. പിന്നീട് വീണ്ടും ലിങ്കുകൾ അയക്കുകയും കുറച്ച് പണം ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടിയായി തിരിച്ചു തരാമെന്നായിരുന്നു വാഗ്ദാനം. അതിൽ വീണുകൊണ്ടാണ് ഈ പരാതിക്കാരി 5 ലക്ഷം രൂപ ഈ തട്ടിപ്പുകാർക്ക് നൽകുകയും ചെയ്തത്. അക്കൗണ്ട് മുഖേനയാണ്, ഒരു അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ ഇട്ടതിനെ തുടർന്ന് പിന്നീട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ എടുക്കാതിരിക്കുകയും ഈ പൈസയുടെ കാര്യം ചോദിക്കുമ്പോൾ ആ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമായിരുന്നു. തുടർന്നാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായത്, പരാതിക്കാരിക്ക് മനസ്സിലായത് താൻ തട്ടിപ്പിന് ഇരയായെന്ന്.
ഇതേ തുടർന്ന് ഫോർട്ട് കൊച്ചി പോലീസിന് പരാതി നൽകുകയായിരുന്നു. ഏതായാലും പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കഴിഞ്ഞ് വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് മട്ടാഞ്ചേരിയിൽ നിന്നും ഇങ്ങനെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഘത്തിലെ ഒരാളെ അന്വേഷണ സംഘം അതിവിദഗ്ധമായി സാഹസികമായി പിടികൂടിയത്. ഇങ്ങനെ ഇവരെ ഈ തട്ടിപ്പിനിരയാക്കപ്പെടുന്നവർ വീണ്ടും വീണ്ടും പണം നൽകുമ്പോൾ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തുന്നവരെ പിടികൂടുക എന്ന് പറയുന്നത് സൈബർ പോലീസിനെ സംബന്ധിച്ച് ഓരോ ദിവസം കഴിയുന്തോറും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവരെ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ അത് വ്യാജമായിരിക്കും, ഇവരുടെ ഫോൺ നമ്പറുകൾ വ്യാജമായിരിക്കും. ഒരു നമ്പർ അത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മറ്റാരുടെയെങ്കിലും ഒക്കെ സിമ്മിലായിരിക്കും ഇവർ ആ ഫോൺ ചെയ്യുക. അങ്ങനെ അക്കൗണ്ടുകൾ പോലും പലപ്പോഴും മറ്റ് സാധാരണക്കാരുടെ പേരിലൊക്കെ വ്യാജമായി ഇവർ തട്ടിയെടുക്കുന്നതാണ്. അങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പ് തന്നെയാണ് ഇവർ നടത്തുന്നത്. അതിനാണ് വീണ്ടും ഒരു ഇര കൂടി ആയിരിക്കുന്നത്. എന്നാലും ഫോർട്ട് കൊച്ചി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സൈബർ വിദഗ്ധരും ഇതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് തട്ടിപ്പ് നടന്നത്. നഷ്ടമായത് 5,70,000 രൂപയാണ്. കൊല്ലം നിലമേലിൽ കാട്ടുപന്നി വയോധികയുടെ വിരൽ കടിച്ചെടുത്തു. നിലമേൽ കരുന്തലക്കാട് സ്വദേശിനി സാവിത്രി അമ്മയുടെ വിരലാണ് കാട്ടുപന്നി കടിച്ചെടുത്തത്. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന സാവിത്രിയെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. ഇവരുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരലാണ് കടിച്ചെടുത്തത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് സാവിത്രി അമ്മയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഒരിടവേള കൂടി മടങ്ങി വരാം. EP ജയരാജന്റെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം നവംബർ 3 പ്രകാശനം ചെയ്യും. കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രകാശനം നിർവഹിക്കുക. മാതൃഭൂമി ബുക്സ് ആണ് ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത്. നേരത്തെ പുറത്തുവന്ന പരിപ്പുവടയും കട്ടൻ ചായയും എന്ന പേരിലുള്ള ആത്മകഥ EP ജയരാജൻ നിഷേധിച്ചിരുന്നു. തൻ്റെ അനുമതിയോടെയല്ല DC ബുക്സ് ആത്മകഥ തയ്യാറാക്കിയത് എന്നതായിരുന്നു അന്ന് EP ജയരാജൻ്റെ നിലപാട്. ഇത് പിന്നീട് വലിയ നിയമ നടപടികൾക്കും പ്രതിസന്ധികൾക്കും തർക്കങ്ങൾക്കുമൊക്കെ ഇടവച്ചതാണ്. ഗാസ സമാധാന കരാറിന്റെ ആദ്യഘട്ടമായ ബന്ദിമോചനം നാളെ മുതൽ ആരംഭിക്കും. 20 ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടു നൽകുമ്പോൾ 2000-ഓളം പലസ്തീനികളാണ് ഡിറ്റൻഷൻ സെന്ററിൽ നിന്നും മോചിതരാവുക. അതിനൊപ്പം ഗാസയുടെ ഭാവിയെക്കുറിച്ച് ഈജിപ്തിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ലോകരാജ്യങ്ങളെ ഉൾപ്പെടുത്തിയ അന്താരാഷ്ട്ര സമ്മിറ്റും നാളെ നടക്കും. അതേസമയം വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രയേൽ സൈന്യം ഭാഗികമായി പിൻവാങ്ങിയ പ്രദേശങ്ങളിലേക്ക് പലസ്തീനികൾ കൂട്ടത്തോടെ മടങ്ങുകയാണ്. വടക്കൻ ഗാസയിലെ പൂർണ്ണമായും തകർന്ന പട്ടണങ്ങളിലേക്കാണ് ഇവരുടെ മടക്കം. മടങ്ങിയെത്തുന്ന 10,000-കണക്കിന് പലസ്തീനികൾക്കുള്ള താമസ സൗകര്യമടക്കം പ്രതിസന്ധിയിലാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, ഏറെ പ്രതീക്ഷ നൽകുന്ന സമാധാനത്തിന് പുതിയ സന്ദേശം നൽകുന്ന മനോഹര കാഴ്ചകളൊക്കെയാണ്, വാർത്തകളാണ് നമുക്ക് പശ്ചിമേഷ്യയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത്. എന്തായാലും നാളെ ഈ ബന്ദി കൈമാറ്റം നടക്കുന്നതോടുകൂടി സമീപകാലത്തെങ്ങും ഉണ്ടാവാത്ത ഒരു സമാധാന നീക്കം ഫലം കാണുന്നു എന്നുകൂടിയാണ്. എന്തൊക്കെയാണ് പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ? സജിത്ത്, നാളെ വൈകുന്നേരത്തോടെ, തിങ്കളാഴ്ച എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും നമുക്ക് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ അവർക്ക് നാളെ രാത്രിയാകും. അപ്പോൾ നാളെ വൈകുന്നേരത്തോടെ ബന്ദിമോചനം നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഗാസയുടെ സമാധാന ചർച്ചകൾക്കായി നാളെ 20 രാജ്യങ്ങളുടെ ഒരു സമ്മിറ്റ്, അന്താരാഷ്ട്ര സമ്മിറ്റ് നടക്കുന്നുണ്ട് ഈജിപ്തിൽ. അമേരിക്കയും ഈജിപ്തുമാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്. അതിൽ ഫ്രാൻസ്, ഇറ്റലി, ഇംഗ്ലണ്ട് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം അതിൽ പങ്കെടുക്കും. അവരാണ് ഗാസയുടെ ഭാവി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഈ സമ്മിറ്റ് നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ബന്ദികളെ വിട്ടു നൽകുമെന്നുള്ളതാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഇതിൽ ബാക്കിയുള്ള 20 പേരെ ഹമാസ് വിട്ടു നൽകും. അതുപോലെ 2000-ഓളം പലസ്തീൻകാരെയും ഇസ്രായേലും തിരികെ വിട്ടു നൽകും. അതുപോലെ തന്നെ ഈ ബന്ദിമോചനം നടന്ന ഉടൻ തന്നെ ഗാസയിൽ ഇപ്പോൾ എവിടെയാണോ ഇസ്രായേൽ സൈന്യം നിൽക്കുന്നത് അതിൽ നിന്ന് ആദ്യ ഘട്ടമെന്ന നിലയിൽ കുറച്ചുകൂടി പിന്നിലേക്ക് ഇസ്രായേൽ സൈന്യം പിന്മാറും. ആ സമയത്ത് ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ പീസ് ഫോഴ്സ് അവർ ഗാസയുടെ നേതൃത്വത്തിലേക്ക് എത്തും. അവർ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഏറ്റെടുക്കും. അതുപോലെ ഗാസ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അവരാണ് അവിടുത്തെ ലോക്കൽ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നോക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ വെടിനിർത്തൽ വന്നതിന് പിന്നാലെ ഗാസയിൽ ഹ്യൂമാനിറ്റേറിയൻ സോണിലുണ്ടായിരുന്നു, അതായത് വെടി വയ്ക്കാൻ പാടില്ലാത്ത ആക്രമണം രഹിത സ്ഥലത്ത് നിന്ന് അവർ സ്വന്തം വീടുകൾ തേടി അലഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ ഇവിടുന്ന് ഗാസയിൽ നിന്ന് സ്വന്തം വീടുകൾ വിട്ടിറങ്ങുമ്പോൾ അത് ഒരു വീടായിരുന്നെങ്കിൽ ഇപ്പോൾ തിരിച്ചെത്തുമ്പോൾ അത് വെറും മൺകൂനകളും പൊടിപടലങ്ങളുമായി മാറിയിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു സംഭവം കൂടെയുണ്ട്. അവർ സ്വന്തം വീടുകൾ തേടി എത്തുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല,
ഇനിയുള്ള കാലത്ത് ഇവരുടെ ഭക്ഷണം, താമസം, ജോലി തുടങ്ങിയിട്ടുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യാനുണ്ട്. അത് അന്താരാഷ്ട്ര UN അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകളും അതുപോലെ മറ്റ് രാജ്യങ്ങളും ചേർന്നായിരിക്കും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം എത്തിക്കുക. നിലവിൽ ഇപ്പോൾ ജോർദാൻ വഴി ഈ ഗാസയിലേക്ക് സഹായങ്ങൾ എത്തുന്നുണ്ട്, ഭക്ഷണങ്ങളും മറ്റ് സാധനങ്ങളും എത്തുന്നുണ്ട്. അതുമായി വരുന്ന വണ്ടികളെ ഇസ്രായേൽ സൈന്യം തടയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും നാളെ ഒരു നിർണായകമായ ദിവസമാണ്. കാലങ്ങളായി കഴിഞ്ഞ ഒക്ടോബർ 7, 2023 തുടങ്ങിയ യുദ്ധത്തിൻ്റെ ഒരു പര്യവസാനം എന്നോണം ബന്ദികളെ കൈമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ മാത്രമല്ല, രണ്ടാം ഘട്ട സമാധാന കരാറിലെ രണ്ടാമത്തെ വ്യവസ്ഥയാണ് ഇസ്രായേലിൻ്റെ ഹമാസിൻ്റെ നിരായുധീകരണം എന്ന് പറയുന്നത്. അതിൽ അവർ അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളതും, അതുപോലെ ഗാസയിൽ പുതിയൊരു ഭരണസമിതി വരുമ്പോൾ അതിൽ ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു തരത്തിലും ഒരു അധികാരങ്ങളും ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യം കൂടി, വ്യവസ്ഥ കൂടി ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് ആശങ്കകളുണ്ട്. ആ ആശങ്കകളും കൂടി നാളെ നടക്കുന്ന സമാധാന ചർച്ചയിൽ, പീസ് സമ്മിറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതിൽ ബെഞ്ചമിൻ നെതന്യാഹു ആ സമ്മിറ്റിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഹമാസ് നേരിട്ട് പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹമാസ്, ഈജിപ്തും ഖത്തറും ഹമാസിന് വേണ്ടി കൂടി സംസാരിക്കും എന്നുള്ളതാണ് വിവരം. എന്തായാലും ഡൊണാൾഡ് ട്രംപിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൽ 20 രാജ്യങ്ങളടങ്ങുന്ന സംഘം നടത്തുന്ന സമ്മിറ്റാണ് ഇനി ഭാവിയിൽ ഗാസയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും നിലവിൽ ഗാസയിൽ ഒരു സമാധാനമുണ്ട്. അവിടെ വെടിവെച്ചകളില്ല, ബോംബിംഗ് ഇല്ല, മറ്റു കാര്യങ്ങളില്ല. അവർക്ക് ഭക്ഷണം എത്തുന്നുണ്ട്, അവർക്ക് വെള്ളം എത്തുന്നുണ്ട്. സ്വന്തം വീടുകളിലേക്ക് പോകാൻ, വീടുകളായിട്ടില്ലെങ്കിൽ പോലും തങ്ങൾ താമസിച്ച പ്രദേശത്തേക്ക് പോകാനുള്ള അനുമതി അവർക്ക് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇസ്രായേൽ സൈന്യം വരും മണിക്കൂറുകളിൽ പിന്നിലേക്ക് പോകുമെന്നുള്ള ഒരു സന്തോഷമായ വാർത്ത കൂടെയുണ്ട്. എന്നാൽ പലസ്തീന് സ്വതന്ത്രം എന്നുള്ള കാര്യം ഇനിയും അകലെയാണ്. അത് ഇനി എപ്പോഴാണ് നടപ്പാവുക എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തതയില്ലാത്തത്. എന്തായാലും നിലവിൽ ഗാസയിലെ സാഹചര്യം ശാന്തമാണ്. സജിത്, എത്ര ദുരന്തമായ കാഴ്ചയാണ്. നോക്കൂ ആ ദൃശ്യങ്ങൾ, ഗാസ സിറ്റിയുടെ തകർന്നടിഞ്ഞ ദൃശ്യങ്ങൾ. തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തുന്നവർ കാണുന്നത് ആ കെട്ടിട കൂമ്പാരങ്ങൾക്കിടയിലേക്കാണ്. അവിടെ എങ്ങനെ താമസിക്കുമെന്ന വലിയൊരു ചോദ്യമാണ്. ഒപ്പം തങ്ങളുടെ സ്വതന്ത്ര രാജ്യമെന്ന വലിയ സ്വപ്നം ഇനിയും ഏറെ അകലെയാണ്. ഏറെ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും സമാധാനമുണ്ടാവുന്നു, യുദ്ധം ഒഴിയുന്നു എന്നതാണ് ആ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഒരു തരത്തിൽ ഒതുങ്ങി വരുമ്പോൾ ഇവിടെ ഏഷ്യയിൽ മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങൾ ഇന്നലെ രാത്രി മുതൽ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ 2 ബോർഡർ പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്നാണ് താലിബാന്റെ അവകാശവാദം. അഫ്ഗാൻ ആക്രമണം സ്ഥിരീകരിച്ച പാക് സൈന്യം തിരിച്ചടിച്ചതായും അറിയിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച പാക് സൈന്യം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ആക്രമണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അഫ്ഗാൻ തിരിച്ചടിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ തുടരുന്നു. അഭിലാഷ്, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പോരിന് പല രാഷ്ട്രീയ മുഖങ്ങളുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നു എന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് മറൊരു വശത്ത് 2 അയൽ രാജ്യങ്ങൾ തമ്മിൽ അടിക്കുന്നത്. ഇവിടെ ഈ പാകിസ്ഥാന്റെ സൈനിക നീക്കം എങ്ങനെയാണ്, ഒപ്പം തന്നെ അഫ്ഗാൻ എങ്ങനെ തിരിച്ചടിക്കും? സജിത്ത്, കഴിഞ്ഞ വ്യാഴാഴ്ച കാബൂളിൽ നടന്ന ആക്രമണത്തിന് മറുപടി എന്നോണമാണ് ഇന്നലെ രാത്രി മുതൽ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാനിലേക്ക് നടത്തത്. അതിൽ ഡ്യൂറൻ ലൈനിന്റെ പരിധിയിലുള്ള 6 മേഖലകളിൽ ഒരേ സമയം ആക്രമിച്ചുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ തിരിച്ചടി തുടങ്ങിയത്. അഫ്ഗാനിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ISIS അടക്കമുള്ള ഭീകരവാദ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കാണ് തങ്ങൾ ആക്രമണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് 18 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. 2 പേര് ജീവനോടെ പിടിച്ചു എന്നുള്ള 2 പാക് സൈനികരെ ജീവനോടെ പിടിച്ചു എന്നും അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വരുന്നുണ്ട്. അതേസമയം തന്നെ പാകിസ്ഥാൻ പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് തങ്ങൾക്കെതിരെ ഉണ്ടായത്, അതിന് ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കനത്ത രീതിയിലുള്ള ആക്രമണം അഫ്ഗാനിസ്ഥാനിലേക്ക് നടക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ നിരവധി ആളുകൾക്ക്, സിവിലിയൻസിന് പരിക്കേറ്റു, വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ. അഫ്ഗാനിസ്ഥാന് നിലവിൽ
വലിയ രീതിയിലുള്ള ആക്രമണം പരസ്പരം നടത്തുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഇന്ത്യ ന്യൂട്രലായിട്ടുള്ള ഒരു രീതി എടുക്കുന്നത്. ഒരു തരത്തിലും ആക്രമണത്തിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് പോകരുതെന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യക്ക്. അതുപോലെ ഇറാനും ഖത്തറും സൗദി അറേബ്യയും ഇരുപക്ഷങ്ങളും സമവായം പാലിക്കണം, ഒരു തരത്തിലും പരസ്പരം ആക്രമിക്കരുത് എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുടെ ഇടപെടൽ വന്നിരിക്കുന്നത്. അതേസമയം ചൈനയും അമേരിക്കയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഒരു തരത്തിലും ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം തെഹരീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ താലിബാന്റെ നേതാവിനെ കൊല്ലാനുള്ള ഒരു ആക്രമണമാണ് കാബൂളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പാകിസ്ഥാൻ നടത്തിയത്. അതിൽ നൂർ വാലി മഹസൂദ് എന്ന് പറയുന്ന തെഹരീക്ക് TTPയുടെ നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തെഹരീക്ക് താലിബാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു നഷ്ടമാണ് ഉണ്ടാവുക. ആ ഒരു സാഹചര്യത്തിലാണ് തിരിച്ചടിക്കാനായിട്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് തിരിച്ചടിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതും ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നതും. ഇത് ഇപ്പോൾ എസ്കലേറ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണ്. കാരണം എല്ലാ തരത്തിലും പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് അടക്കം വലിയ രീതിയിലുള്ള എൻഗേജ്ഡ് ആയിട്ടുണ്ട്. അവർ വലിയ രീതിയിലുള്ള കനത്ത ആക്രമണം അഫ്ഗാനിസ്ഥാനിൽ നടത്താൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തിരിച്ചടിക്കാൻ അഫ്ഗാന്റെ താലിബാൻ സൈന്യവും ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ സജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. 6 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇന്ത്യയിൽ മുത്തഖി എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിൽ പൂട്ടിയിരുന്ന ഇന്ത്യൻ എംബസി വീണ്ടും തുറക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ അഫ്ഗാനിസ്ഥാന് എല്ലാ സഹായങ്ങളും കൊടുക്കുന്നത് ഇന്ത്യയാണെന്നുള്ള ആരോപണങ്ങളും കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചേർന്ന് പാകിസ്ഥാനെ തിരിച്ചടിക്കാനുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യക്കേറ്റ് തിരിച്ചടിക്ക് പകരമായി അതിന് പകരം വീട്ടാനായിട്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കുന്നു എന്നുള്ള വളരെ വില കുറഞ്ഞ ആരോപണങ്ങളടക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച യുദ്ധം ഇപ്പോഴും കനത്ത രീതിയിൽ തുടരുകയാണ്. ആക്രമണം ഇപ്പോഴും കനത്ത രീതിയിൽ തുടരുകയാണ്. 18ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം. അതേസമയം തന്നെ അഫ്ഗാനിസ്ഥാനിലും നിരവധി പൗരന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ നിരവധി വീടുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ ഒരു സംഘർഷം ഇവിടെ മയപ്പെടുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും രാഷ്ട്രീയപരമായി തന്നെ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന പാകിസ്ഥാൻ അസാധാരണമായ പ്രതിസന്ധിയാണ് കടന്നു പോകുന്നത്. 2 അയൽ രാജ്യങ്ങൾ, സുപ്രധാനമായ 2 അയൽ രാജ്യങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള പാകിസ്ഥാന്റെ നയതന്ത്രം അത് വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടാക്കും. ഒരു വശത്ത് അഫ്ഗാനിസ്ഥാൻ, മറുവശത്ത് ഇന്ത്യ. അതാണ് അവരുടെ സാഹചര്യം. ഇതിനിടയിൽ അഫ്ഗാൻ ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു. മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം. മാറാക്കര മരവട്ടത്താണ് 14 വയസ്സ് മാത്രം പ്രായം വരുന്ന പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം ഇന്നലെ നടന്നത്. സംഭവം പുറത്തായതോടെ പ്രതിശ്രുത വരനും വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമെതിരെ കാടാമ്പുഴ പോലീസ് കേസെടുത്തു. അനുമോദ്, എന്താണ് ഈ സംഭവം? സജിത, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. മലപ്പുറം SP-ക്ക് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കാടാമ്പുഴ പോലീസ് മരവട്ടം എന്ന സ്ഥലത്ത് അന്വേഷണം നടത്തുകയും അവിടെ 14 വയസ്സുള്ള കുട്ടിയുടെ വിവാഹ നിശ്ചയം നടക്കുന്നുവെന്ന വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് കാടാമ്പുഴ സ്റ്റേഷൻ CI അടക്കമുള്ള പോലീസ് സംഘം ഇവിടെ എത്തി ഈ ഒരു സംഭവത്തിൽ കേസെടുക്കുകയായിരുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം മാരേജ് ആക്ട് സെക്ഷൻ 9, 11 എന്നീ വകുപ്പുകളും അതുപോലെ തന്നെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും ആണ് കേസെടുത്തിരിക്കുന്നത്. അത് വിവാഹത്തിൽ നിശ്ചയത്തിൽ പങ്കെടുത്ത പ്രതിഷ്ഠിത വരനും ഒപ്പം 10 പേർക്കും എതിരെ കേസെടുത്തിട്ടുണ്ട്. ചൈൽഡ് മാരേജ് നേരത്തെ തന്നെ നിയമ മൂലം നിരോധിച്ചതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇടക്കാലത്ത് വെച്ച് വലിയ തോതിൽ തന്നെ പ്രചാരണമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ഏകദേശം ഇല്ലാതായെന്ന സാഹചര്യം തന്നെയായിരുന്നു മലപ്പുറം ജില്ലയിൽ. പക്ഷേ ഇപ്പോഴും ഒറ്റപ്പെട്ട രീതിയിൽ ഇത് നടക്കുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെതിരെ കൂടുതൽ ശക്തമായ പ്രചാരണം കൂടി നടത്തുവാനും ബന്ധപ്പെട്ട അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാണെങ്കിലും ഈ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് താനൂർ DVSP അറിയിച്ചിരിക്കുന്നത്. 14 വയസ്സുകാരിയുടെ വിവാഹം നടത്താൻ നീക്കം. ശൈശവ വിവാഹം കൃത്യമായ നിയമങ്ങളുള്ള രാജ്യത്താണ് വീണ്ടും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. മലപ്പുറത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാടാമ്പുഴ പോലീസ് ഇരു വിഭാഗം വരന്റെയും വധുവിന്റെയും വീട്ടുകാർക്കെതിരെയും കേസെടുത്തു. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സിന്റെ സമയമാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ.